ഹായ് ഗൈസ്. അങ്ങനെ രാവിലെ ബസൂക്ക, മരണമാസ്, ആലപ്പുഴ ജിംഖാന എല്ലാം കണ്ടു. അപ്പം ബാക്കി രണ്ടിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ റിവ്യൂ ഡിലേ ആകുന്നത് ഈ തൊലിഞ്ഞ നെറ്റ്വർക്ക് കാരണമാണ്. അപ്ലോഡ് ആകാൻ എത്ര നേരം എടുക്കുമെന്നറിയോ? ഭ്രാന്താകും. ഇത്രയും രാവിലെ പോയി അത്രയും പടങ്ങളൊക്കെ കണ്ടിട്ട് റിവ്യൂഡ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ നട്ര ഈ കളിയാണ്, ഒന്നും പറയണ്ട, ഭ്രാന്താവും. അപ്പോൾ എന്താണേലും പടം കണ്ടു. അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടം കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമാണ്, മോശം പറയാനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൈജുദ് ഖാലിദ് എന്ന് പറയുന്ന ഡയറക്ടറെ അറിയാം. അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് അനുരാഗ് കരിക്കമ്പളമാണേലും ഉണ്ടയാണെങ്കിലും ഏറ്റവും അവസാനം വന്ന നമ്മുടെ തല്ലുമാല, അത് തന്നെ മതി. തല്ലുമാല ആയാലും വേറെ റേഞ്ച് പടങ്ങളായിരുന്നു. അപ്പം തല്ലുമാല എഡിറ്റ് ചെയ്തേക്കുന്ന അതേ എഡിറ്റർ തന്നെയാണ് ഈ പടവും എഡിറ്റ് ചെയ്തേക്കുന്നത്. അതേ ഇപ്പം ഇല്ല, അറിയാമല്ലോ. അപ്പം നല്ല എഡിറ്ററും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം കിടും. ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും, ബേബി ജോണൊക്കെ ഉണ്ട്. പുള്ളിക്കാരെ കൊള്ളാം കേട്ടോ, നല്ലൊരു സ്വാഗൊക്കെ ഉണ്ട് പുള്ളിക്ക്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും വേറെ ലെവലിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നസ്ലിൻ്റെ കാര്യം പിന്നെ പറയാനല്ലോ, പുള്ളി ഒരു ക്യാരക്ടർ, ഒരു റോൾ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഉറപ്പാ ഏറ്റെടുത്തിരിക്കും എന്ന് പറഞ്ഞ പോലാണ്. അപ്പം ഇടയ്ക്ക് ചെറിയ ക്രിഞ്ച് സീനുകളും ചെറുതായിട്ടൊക്കെ കയറി ലാഗൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് പടം കയറി കൊളുത്തുക. പിന്നെ അങ്ങോട്ട് വേറെ മൂടാ പടം. നമ്മുടെ ലുക്മാനൊക്കെ ഇവന്മാരെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ അന്ന് പറയണ്ട, അതൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് പടം. അപ്പോൾ അവസാനം നമുക്ക് ഈ ഇങ്ങനെയുള്ള ടെറൈൻ്റെ സ്പോർട്സ് സിനിമകളൊക്കെ ടെറൈൻ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കുമെന്ന്. അതേ സെയിം ടെറൈൻ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോറി പറയാനായിട്ടൊന്നും ഇല്ല. അദ്ദേഹം ഷൈജുദ് ഖാലിദ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഇങ്ങനെയാണ്. കുറേ പിള്ളേർ ബോക്സിങ് പഠിക്കാൻ വരുന്നു, ബോക്സിങ് പരിശീലനമായിട്ട് ഇതിന് മത്സരിക്കാൻ പോകുന്നു, അത് തന്നെ. അപ്പം അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. ബോക്സിങ് അറിയാമല്ലോ, നമ്മൾ നാടൻ നെല്ല് പോലല്ല. അപ്പം ഒരു കോർട്ടിൽ കിടന്ന് കളിക്കുന്ന ഇടി മാത്രമേ ഉള്ളൂ. ആ ഇടി നമുക്ക് ബോറടിക്കാതെ കാണണമെന്നുള്ളൂ. ഒത്തിരി നേരമുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. ബോറടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ അതുപോലെ കൈകാര്യം ചെയ്യണം. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കത്തില്ല. ഷൈജുദ് ഖാലിദിൻ്റെ ബ്രദർ തന്നെയാണ് ഇത് ക്യാമറമാൻ. അടിപൊളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. മ്യൂസിക് അതുപോലെ തന്നെ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം 3 പടം കണ്ടാലും കൊള്ളാം, മോശം പറയാനില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, എല്ലാവരും പോയി കാണണം. അപ്പം ഇനി നാളെ ഗുഡ് ബാഡ് അഗ്ലിയുടെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.